നമുക്കൊരു ചീത്തപ്പേരുള്ളതേ KSRTC സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണ് KSRTC സ്റ്റാൻഡ് അങ്ങനെ കിടക്കുന്നത്? നമ്മുടെ കോമഡിയാണല്ലോ. ഞാൻ വിചാരിച്ചു എറണാകുളത്തെ MLA മറിമായത്തിൽ എടുത്തു വന്നു. ഇതിൽ അവതാരകൻ തന്നെ പറയുകയാണ്, എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് KSRTC ബസ് സ്റ്റാൻഡ് ഇത്ര മോശമായി ശോചനീയമായ അവസ്ഥയിലായത് എന്ന്. ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ഇതിനെല്ലാം കാരണം വികസനപരമായ കാഴ്ചപ്പാടില്ലാത്ത എറണാകുളം MLAയുടെ മതജാതി രാഷ്ട്രീയത്തെ ആസ്പദമാക്കിയിട്ടുള്ള പ്രവർത്തന പദ്ധതിയാണ്. ഏത് മഴ പെയ്യുമ്പോഴും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും എല്ലാം ആദ്യം വരുന്ന നഗരത്തെക്കുറിച്ചുള്ള വാർത്ത KSRTC സ്റ്റാൻഡ്. ഏത് മഴ പെയ്താലും സോഷ്യൽ മീഡിയയിൽ KSRTC ബസ് സ്റ്റാൻഡിനെ കുറിച്ചും അതിന്റെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ചും വരുന്നതാണ് MLAക്ക് പ്രശ്നം. അതല്ലാതെ 30,000 പേര് അവിടെ കഷ്ടപ്പെടുന്നു, ദിവസവും ഏതാണ്ട് 30,000 പേരോളം അവിടെ വന്ന് കഷ്ടപ്പെടുന്നതല്ല MLAക്ക് പ്രശ്നം. പല തടസ്സങ്ങൾ കാരണം ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വന്ന സന്ദർഭത്തിൽ സ്മാർട്ട് സിറ്റിയുടെ കാലാവധി കഴിഞ്ഞു, അതുകൊണ്ട് അവർ പണം തരില്ല. കേന്ദ്ര ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം 12 കോടി രൂപ വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ചിട്ടും അതിന്റെ തടസ്സങ്ങൾ മാറ്റുവാൻ പോലും ഒരു MLAക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവുകേടല്ലേ? എന്തുകൊണ്ടാണ് ഡെപ്യൂട്ടി മേയറും അതുപോലെ തന്നെ അതിനു മുമ്പ് കൗൺസിലറും അതിനുശേഷം 7 വർഷം MLAയുമായിരുന്ന കോൺഗ്രസിന്റെ MLA വിനോദിന് ഈ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് 12 കോടി രൂപയുടെ വികസന പദ്ധതി, പുതിയ ഒരു ബസ് സ്റ്റാൻഡ് എറണാകുളത്ത് നിർമ്മിക്കാൻ സാധിക്കാത്തത്? അദ്ദേഹം ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിയെ ഞാൻ അവിടെ കൊണ്ടുപോയി, മന്ത്രി അതിനുള്ള ഫണ്ട് തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ DPR പ്രിപ്പറേഷനിൽ നിൽക്കുകയാണ്. അത് ഫണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് വരാത്തതിന്റെ കാരണം മന്ത്രി വരാത്തതാണ്, അതല്ലെങ്കിൽ DPR ഇല്ലാത്തതാണ്. 7 വർഷമായി DPR ഇല്ലാതെ ആണോ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വന്നത്? 7 വർഷം ഭരിച്ചിട്ടും ഒരു DPR പോലും ഈ KSRTC ബസ് സ്റ്റാൻഡിന് വേണ്ടി തയ്യാറാക്കാൻ പറ്റാത്ത ഒരു MLA, ആ MLA ആണോ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ എറണാകുളത്തിന്റെ പ്രബുദ്ധരായ ജനങ്ങളുടെ മേൽ എറണാകുളത്തെ കോൺഗ്രസ് കമ്മിറ്റി കെട്ടിവെക്കാൻ പോകുന്നത്? അതോടൊപ്പം തന്നെ നിലവിലുള്ള സ്റ്റാൻഡ് നമ്മൾ ഉയർത്തി 2 അടി ഉയർത്തി വെള്ളം കയറാത്ത രീതിയിൽ ഏറ്റവും അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഏകദേശം 1 കോടി രൂപ BPCLന്റെയും എൻ്റെ 76 ലക്ഷം രൂപ MLA ഫണ്ടും അതുപോലെ തന്നെ നമ്മുടെ ജിയോജിത്തിന്റെ ഒരു CSR ഫണ്ടും എല്ലാം കളക്ട് ചെയ്ത് ആ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്ന ജോലി ഏറ്റവും വൃത്തിയുള്ള ഒരു നിലവിലുള്ള പുതിയ സ്റ്റാൻഡ് വരുന്നവരെ ഈ സ്റ്റാൻഡ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു സ്റ്റാൻഡാക്കി മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കും. നിലവിലെ ബസ് സ്റ്റാൻഡ് 76 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അതുപോലെ തന്നെ CSR ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് കേവലം പെയിന്റിംഗ് മാത്രം ചെയ്ത് അതല്ലെങ്കിൽ കുറച്ച് ഉയർത്തിക്കൊണ്ട് വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കിട്ടും എന്ന് ആശിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും തെറ്റാണ്. അത് സാധ്യമല്ല. യഥാർത്ഥത്തിൽ ഈ 12 കോടി രൂപ നഷ്ടപ്പെടുത്തിയതിന് ഉത്തരം പറയുകയാണ് വേണ്ടത് ഇവിടുത്തെ MLA. അതുകൊണ്ട് തന്നെ ഇത്തരം പണം ദുരുപയോഗം ചെയ്യുകയാണ്, ജനങ്ങളുടെ നികുതി പണം ദൂർത്തടിക്കുകയാണ്. ഇത് തികച്ചും അഴിമതിയാണ്. ഈ അഴിമതി ജനങ്ങളുടെ മുൻപിൽ ഉയർത്തിക്കാട്ടുവാനാണ് BJP നിശ്ചയിച്ചിരിക്കുന്നത്. വികസനത്തെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ പണം ദുരുപയോഗം ചെയ്യുന്ന ഈ പ്രവൃത്തി ഞാൻ കേരളത്തിലെ, പ്രത്യേകിച്ച് എറണാകുളത്തെ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കുകയാണ്. ഇതിനൊരു പരിഹാരം വേണം. എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുക? ഈ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ MLAയുടെയും വികസനപരമല്ലാത്ത കാഴ്ചപ്പാടുകളും അവരുടെ ധൂർത്തും അഴിമതിയും ഞാൻ എറണാകുളത്തെ ജനങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. ഈ എറണാകുളം നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി 12 കോടി അനുവദിച്ച നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് ഒരു MLA ഉണ്ടായാൽ, അവരെ പിന്തുണയ്ക്കുന്ന, കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കുന്ന, നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു MLA ഉണ്ടായാൽ ഈ വികസന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനത്തിന് നിങ്ങളുടെ വോട്ട് ആവശ്യമാണ്. വർഷങ്ങളോളം കൗൺസിലറായിട്ടും പിന്നെ ഡെപ്യൂട്ടി മേയറായിട്ടും അതിനുശേഷം 7 വർഷം MLA ആയിരുന്നിട്ടും എറണാകുളം നിയോജക മണ്ഡലത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത വിനോദിന് MLA ആയി തുടരുവാൻ ഒരു അവകാശവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ധാർമ്മികമായി ഈ നടത്തിപ്പ് മുടങ്ങിയതിന് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മാപ്പ് പറയുക തന്നെ വേണം. ഉറപ്പാണ് മാറ്റം. മാറാനുറച്ച എറണാകുളം, മാറ്റം കുറിക്കാൻ NDA.